പാർട്ടി ഭിന്നിച്ചു പോവുകയാണ്. പാർട്ടി കൂടുതൽ കൂടുതൽ ശോഷിച്ചു വരികയാണ്. ഈ അവസ്ഥയിൽ പാലക്കാട് ജില്ലയിൽ പ്രത്യേകമായ ശ്രദ്ധ വേണ്ടേ? ഇവിടെ ഇടപെടണ്ടേ? സംസ്ഥാന സെക്രട്ടറി ഇടപെടണ്ടേ? ഇവിടെയാണ് ഞാൻ പറയുന്നത്, ഈ എല്ലാ സഖാക്കളെയും ചേർത്ത് പിടിച്ചിരുന്നൊരു മനുഷ്യനുണ്ടായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്. സഖാവ് ബാലകൃഷ്ണൻ, സഖാവ് കോടിയേരി സഖാക്കളെ ചേർത്ത് പിടിക്കും, അവരെ സ്നേഹിക്കും, സ്നേഹം കൊണ്ട് അവരെ കീഴടക്കും, പാർട്ടിക്കകത്തുള്ള പ്രശ്നങ്ങളെല്ലാം യോജിപ്പിന്റെ തലത്തിൽ പരിഹരിക്കും. അങ്ങനെ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യനെ പറ്റി പറയുമ്പോൾ പലപ്പോഴും ഞാൻ ഒറ്റയ്ക്കിരുന്ന് ആലോചിക്കുമ്പോൾ ഞാൻ വിതുമ്പി പോവാറുണ്ട്. ഭാഗ്യം ഉണ്ടായില്ലല്ലോ. ഭാഗ്യം ഉണ്ടാകാം. നമുക്ക് ബാക്കിയില്ലാതെ പോയല്ലോ. ആ മനുഷ്യനൊക്കെ ജീവിച്ചിരിക്കണ്ടായിരുന്നില്ലേ? ആ മനുഷ്യനൊക്കെ ജീവിച്ചിരുന്നാൽ ഇന്ന് ഈ ഗതി ഈ പാർട്ടിക്ക് വരുമായിരുന്നോ? മനുഷ്യനെ ഇങ്ങനെ സ്നേഹിച്ചിരുന്ന നമുക്കൊക്കെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. അവിടേക്ക് അങ്ങ് കയറി ചെല്ലുമ്പോൾ ഇങ്ങനെ കൂട്ടിങ്ങ് പിടിക്കും. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ആ പ്രശ്നങ്ങൾക്കും വേദനയ്ക്കും ഒരു പരിഹാരം കാണും. അതാണ് കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ മഹത്വം. അതാണ് കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മഹത്വം. കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ മഹത്വം അതാണ്. ഹൃദയവുമായി സംവദിക്കുന്ന ബന്ധം. അതാണ് പാർട്ടിക്കകത്ത് വിമർശനം ഉന്നയിക്കുമ്പോഴും ഘടകത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ സഖാക്കൾ തമ്മിലുണ്ടാകേണ്ട, കമ്മ്യൂണിസ്റ്റുകാർ തമ്മിലുണ്ടാകേണ്ട ഒരാത്മബന്ധമുണ്ട്. ആ ആത്മബന്ധത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു സഖാവ് ബാലകൃഷ്ണൻ കോടിയേരി ഉണ്ടായിരുന്നത്. ആ കോടിയേരി മരിച്ചതോടുകൂടി ഒരു ശൂന്യതയാണ് അനുഭവപ്പെടുന്നത്.